ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നതായപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് എത്തുകയാണ്. ട്രംപുമായുള്ള 7ാമത്തെ കൂടിക്കാഴ്ചയാണ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം. കഴിഞ്ഞ 6 കൂടിക്കാഴ്ചകളിലും സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. 6ാമത്തെ കൂടിക്കാഴ്ചയിലാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിക്കാൻ ഇസ്രായേലും അമേരിക്കയും തീരുമാനിച്ചത്. പിന്നീട് വ്യാപകമായ ആക്രമണമായിരുന്നു ഇറാന് നേരെ. വൻ നാശനഷ്ടങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്നിപ്പോൾ ഈ 7ാമത്തെ കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. ഇതിനിടയിൽ ഇറാൻ അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചത് എന്ന ട്രംപിൻ്റെ പ്രസ്താവനയും വന്നു. അത് മാത്രമല്ല, സമാധാന ചർച്ചകൾ വൈകിയാൽ അല്ലെങ്കിൽ തീരുമാനം വൈകിയാൽ കനത്ത ആക്രമണമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ചർച്ച പരാജയപ്പെട്ടാൽ വീണ്ടും ആക്രമണമെന്ന മുന്നറിയിപ്പുണ്ട്. ഇതിനിടയിലാണ് നെതന്യാഹുവിൻ്റെ ഈ വൈറ്റ് ഹൗസ് സന്ദർശനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇറാന്റെ മറുപടിയായി വന്നത് തങ്ങൾ ആരോടും ഒന്നും യാചിക്കില്ല, യാചന തങ്ങളുടെ രക്തത്തിലില്ല എന്നാണ് ഇറാൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹാജി ബാബായിയുടെ മറുപടി. സമാധാനം കഴിഞ്ഞ 4 ദിവസമായി ഉണ്ടെങ്കിലും ആക്രമണ പരമ്പരകൾക്ക് കുറവുണ്ടെങ്കിലും ഇത്തരം വാദപ്രതിവാദങ്ങൾ ഏത് തരത്തിൽ യുദ്ധത്തെ സമാധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വരവ് പ്രധാനമാണ്. അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ട്. യാചന തങ്ങൾക്കൊപ്പമില്ല എന്ന്, രക്തത്തിലില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ പക്കൽ ഇപ്പോഴുമുണ്ട് എന്ന് പറയുകയാണ്. എന്താകും ഇനിയുള്ള പശ്ചിമേഷ്യയിലെ സ്ഥിതി? രഞ്ജിത്ത്, നെതന്യാഹുവും ട്രംപും എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ 5 മാസത്തെ കാലയളവിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പറയാൻ കഴിയുന്നത്. ഫെബ്രുവരി 28-ന് ഖമേനി കൊല്ലപ്പെടുകയാണ്. ആയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇറാന്റെ നേതാക്കൾ കൊല്ലപ്പെടുന്നു. 4 ആഴ്ച കൊണ്ട് ഇറാനെ തീർക്കുമെന്ന് അമേരിക്ക വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ 5 മാസം പിന്നിടുകയാണ് രഞ്ജിത്ത്. അവിടെയാണ് ഇറാന്റെ ഏറ്റവും ഒടുവിലത്തെ ശക്തമായ നിലപാട്. അവർ പറയുകയാണ്, യാചന ഞങ്ങൾക്ക് ശീലമില്ല, ആരുടെ മുമ്പിലും യാചിക്കാനില്ല, യുദ്ധം ചെയ്യാൻ തന്നെയാണ് തീരുമാനമെന്ന്. അവരുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഹാജ ബാബായിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ നേതാക്കളുടെ നിലപാടും പരിശോധിച്ചാൽ, മുസ്തഫ ഖമേനി ആകട്ടെ, പെസഷ്കിയാൻ ആകട്ടെ, അരഗാച്ചി ആകട്ടെ, ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന അവരാണ്. അവരെല്ലാം തന്നെ ഈ അമേരിക്കയുടെ അപ്രമാദിത്വം അംഗീകരിക്കുന്നില്ല. പലപ്പോഴും സമാധാനം കൊണ്ടുവരാൻ ചില നേതാക്കളെങ്കിലും ശ്രമിക്കുന്നുവെങ്കിലും ആത്യന്തികമായി ഇറാൻ ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഈ നിമിഷം വരെ അവർ അതിശക്തമായി നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ സീനിൽ ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാത്തൊരു പേരാണ് ഇറാഖ് സൗദിയെ ആക്രമിക്കുന്നു. സൗദിയാണ് കരയുദ്ധം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇറാനെ ആക്രമിക്കണം, ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ട ഒരു രാജ്യമാണ് സൗദി. ഇറാഖിനെ ആക്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഇറാനെ ആക്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇറാഖിൽ നിന്ന് സൗദിക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ ആക്രമണമാണ്. മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന കേന്ദ്രം, അല്ലെങ്കിൽ അവരുടെ റിഫൈനറി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ആരാംകോയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് ഇങ്ങനെ ഇറാഖ് ആക്രമണം നടത്തുന്നത്. അവിടെ സൗദി പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ഹൂതികൾ, അവർ യമനിലെ സായുധ വിഭാഗമാണ്. അവർ ഹോർമുസ് ഇറാൻ അടച്ചതോടുകൂടി ചെങ്കടൽ വഴി യൂറോപ്പിലേക്കുള്ള സൗദിയുടെ യാത്രകൾ, അല്ലെങ്കിൽ തെക്കോട്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സൗദിയുടെ കപ്പലുകൾ സഞ്ചരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു വശത്ത് ഹൂതികൾ ഇങ്ങനെ കപ്പലുകൾ തടയുന്നു, കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. പ്രതീക്ഷിക്കാതെ ഇറാഖിൻ്റെ ഭാഗത്ത് നിന്ന് സൗദിയിലേക്ക് ആക്രമണം നടക്കുന്നു. അതായത് സൗദിയെ ഇപ്പോൾ വളഞ്ഞിട്ടടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും അതാണ് ഈ നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ എത്ര തരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാഖിലേക്ക് സംഭവിച്ചാലും, ഇറാഖിലേക്ക് വലിയ ആക്രമണങ്ങൾ 13 ദിവസം അമേരിക്ക നടത്തിയെന്നുള്ള കാര്യം സംശയമില്ല. കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി, ജനവാസ മേഖലയിലൊക്കെ സംഭവിച്ചു. പക്ഷേ അതിന് എതിരായി ഈ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ പേടിപ്പിക്കുന്നത് ഹൂതികളുടെ സാന്നിധ്യമൊന്ന്, ഹൂതികളുടെ പിന്തുണ ഇറാന് ഉള്ളത്. അതുമാത്രമല്ല, ഇറാൻ്റെ പല ആക്രമണങ്ങളും ഗൾഫ് മേഖലകളിലേക്ക് സംഭവിക്കുന്നത്, ഗൾഫിലെ പലതരത്തിലുള്ള പ്രവിശ്യകളും നശിപ്പിക്കുന്നത്, അമേരിക്കയുടെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണം, ഒപ്പം വേണമെങ്കിൽ ഇസ്രായേലിനെയും ആക്രമിക്കാം ഇറാന്, അതിനുള്ള ആയുധശേഷിയൊക്കെ ഇപ്പോഴും അവരുടെ പക്കലുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ട്രംപ് ഒന്ന് പുറകോട്ട് വലിഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ നെതന്യാഹു വന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിച്ചാൽ, നിർബന്ധം പിടിച്ചാൽ, ഒരു അവസാനവട്ട ശ്രമം എന്ന രീതിയിൽ ഒരു കാര്യമായ ആക്രമണത്തിന് അമേരിക്ക മുതിരുമോ എന്നുള്ള സംശയമാണ് ലോകരാജ്യങ്ങൾക്കുള്ളത്. രഞ്ജിത്ത്, അതിനുള്ള സാഹചര്യം വളരെ കുറവാണ്. ട്രംപ് അല്ലെങ്കിൽ അറ്റകൈ പ്രയോഗം എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കണം. കാരണം അമേരിക്കയിൽ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെ നിലപാടുകളുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർമാർ ഉൾപ്പെടെ
ഇതിനെ എതിർക്കുന്ന ഒരു നിലയുണ്ട്. ട്രംപിന് സ്വന്തം കൂട്ടരിൽ നിന്ന് പോലും അങ്ങനെ അത്ര കണ്ട് പിന്തുണ കിട്ടിയിരുന്നില്ല. പക്ഷേ ഗ്രഹാമിൻ്റെയൊക്കെ മരണം സംഭവിച്ചതോടുകൂടി നാറ്റോ പിന്തുണയ്ക്കുന്ന ഒരു ഘട്ടം വന്നതോടുകൂടി കുറച്ചുകൂടി സ്വതന്ത്രമായി ഇടപെടാൻ ട്രംപിന് കഴിഞ്ഞിരുന്നു. യുദ്ധത്തിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ US സെൻട്രൽ കമാൻഡിൻ്റെ നിലപാട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു കാര്യമാണ്. സെൻട്രൽ കമാൻഡിൻ്റെ തലവൻ ബ്രാഡ് കൂപ്പർ ട്രംപിന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ യുദ്ധവുമായി മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്ക് കനത്ത നഷ്ടമുണ്ടാകും, വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകും, അനാവശ്യമായ ഒരു യുദ്ധത്തിലേക്കാണ് അമേരിക്ക ചെന്ന് വീഴാൻ പോകുന്നത് എന്ന് ട്രംപിനെ ഉപദേശിക്കുന്നത് മറ്റാരുമല്ല, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ സെൻട്രൽ കമാൻഡിൻ്റെ മേധാവി ബ്രാഡ് കൂപ്പറാണ് അങ്ങനെ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുന്നത്. ഇതോടുകൂടിയാണ് ട്രംപ് പിന്നാക്കം പോയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലേക്ക് ഒരു തരത്തിലുള്ള ആക്രമണവുമില്ല. സൗദിയെ സംബന്ധിച്ച് ഗൾഫിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൂതികൾ ഒരു വശത്തുണ്ട്, ഹിസ്ബുള്ള ഇസ്രായേലുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലെബനൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകാം, അങ്ങനെ സിറിയയുടെ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ സൗദിയിലേക്ക് ആക്രമണം ഉണ്ടാകാം. ഇതെല്ലാം തന്നെ ഇറാൻ ഇവർക്കെല്ലാം ഫണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആയുധങ്ങൾ നൽകുന്നു എന്നതാണ് ആരോപണം. അവിടെയാണ് റഷ്യ ഇങ്ങനെ വലിയ തോതിൽ പണവും ആയുധങ്ങളും ഒക്കെ തന്നെ ഇറാന് നൽകുന്നു. കാസ്പിയൻ കടൽ വഴി ഇറാനിലേക്ക് വലിയ തോതിൽ റഷ്യ ഇങ്ങനെ ആയുധങ്ങളും പണവും മറ്റ് സാമഗ്രികളും മരുന്നും അടക്കമുള്ള കാര്യങ്ങൾ ഒഴുക്കുന്നു എന്ന ഒരു സംഗതി വരുന്നത്. അവിടെയാണ് ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി കാസ്പിയൻ കടലിൽ ഇറാൻ്റെ കപ്പൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, 2 തീരങ്ങൾ ഈ കാസ്പിയൻ, നമ്മൾ ഈ ഹോർമൂസിലെ ഉപരോധം ഒക്കെ നിലനിൽക്കുമ്പോഴും ഉപരോധമുണ്ട് എന്ന് പറയുമ്പോഴും റഷ്യയും ഇറാനും തമ്മിൽ കടൽ മാർഗം കരമാർഗം ബന്ധിക്കുന്ന മറ്റ് രീതികളെല്ലാം ഉണ്ട്. അവർക്ക് ആയുധങ്ങളോ മറ്റ് സാമഗ്രികളോ ഒക്കെ കൊണ്ടുപോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അവിടെയാണ് അമേരിക്കയ്ക്ക് ചില പ്രതിസന്ധികൾ കൂടി ഉണ്ടാകുന്നത്. അവരുടെ എയർ ഡിഫൻസ് ഇൻ്റർസെപ്റ്ററുകൾ അത് വലിയ തോതിൽ ഗണ്യമായി കുറയുന്നു എന്നതാണ്. കാരണം സഖ്യരാജ്യങ്ങളുണ്ട്, ഗൾഫിലെ രാജ്യങ്ങൾക്ക് അമേരിക്ക ഈ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പണം വാങ്ങി നൽകുന്നതുകൊണ്ട് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിൽ അല്ലാതെ നൽകുന്നതുമുണ്ട്. ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ബജറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. അതിൽ തന്നെ പാട്രിയറ്റ് താഡ് എന്ന് പറയുന്ന 2 പ്രതിരോധ സംവിധാനങ്ങൾ ഇത് വിവിധ രാജ്യങ്ങളിൽ ബഹ്റിനും സൗദിയിലും UAE-യിലും ഖത്തറിലും കുവൈറ്റിലും ഒക്കെ തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലും അവരുടെ ഈ രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലും പ്രതിരോധ സംവിധാനങ്ങളായി ഒരുക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇതെല്ലാം തന്നെ ഗണ്യമായി കുറയുന്നു. ഇത് അമേരിക്കയുടെ ആയുധശേഖരം കുറയുന്നു എന്നുള്ള മുന്നറിയിപ്പ് നൽകിയത് ഉദ്യോഗസ്ഥരാണ്. അത് ട്രംപിനെ പുറകോട്ടടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടെ ഇറാഖിലെ എർബിലുള്ള US കോൺസുലേറ്റിന് സമീപം ആക്രമണം എന്ന റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എർബിലിൽ 7 തവണ സ്ഫോടനമുണ്ടായതായി ഇറാഖ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4 ഇറാനിയൻ ഡ്രോണുകൾ എർബിലിന് സമീപമുള്ള ഖലിഫാൻ സോറൻ മേഖലകളിൽ ആക്രമണം നടത്തിയതായി ഇറാഖ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ആക്രമണം പ്രതിരോധിക്കാനായി 10ലേറെ US യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും രംഗത്തെത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഇറാഖിലെ ഏറ്റവും വലിയ പാതകപ്പാടമായ ഖോർമോറും ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരമുണ്ട്. ഇറാഖിലെ ഊർജ്ജ വിതരണത്തിൻ്റെ ഏറിയ പങ്കും ഇവിടെ നിന്നാണ്. ചൊവ്വാഴ്ച പുലർച്ചെ എർബിലിൽ ആക്രമണമുണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഖോർമോറിലും ആക്രമണമുണ്ടായതെന്ന് ഇറാഖ് വ്യക്തമാക്കുകയാണ്. ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറയുകയും സൗദിയുടെ ഭീഷണിയൊക്കെ ഉള്ളപ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾ എന്നുള്ളത് ചേർത്ത് വെക്കണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ആ മേഖലയിൽ സംഘർഷം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് ലക്ഷണം കൂടിയാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദും കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ ശുദ്ധീകരണ ശാലകളും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാഖിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ഈ ആക്രമണം നടത്തിയത് എന്നും